കണ്ടോ കുഞ്ഞാ നാളെ സ്കൂളില്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ? വെളിച്ചെണ്ണ ആർക്ക്? ഇത് അമ്മ കൊണ്ടുവന്ന വെളിച്ചെണ്ണ കേട്ടോ, ശരിക്കും ആട്ടിയ വെളിച്ചെണ്ണ. അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളില്ലേ വെറൈറ്റി ആയിട്ടൊരു സാധനം ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാത്തൊരു സാധനം. കണ്ടോ കുഞ്ഞാ നാളെ സ്കൂളില്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ? വെളിച്ചെണ്ണ ആർക്ക്? ഇത് അമ്മ കൊണ്ടുവന്ന വെളിച്ചെണ്ണ കേട്ടോ, ശരിക്കും ആട്ടിയ വെളിച്ചെണ്ണ. അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളില്ലേ വെറൈറ്റി ആയിട്ടൊരു സാധനം ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാത്തൊരു സാധനം. നല്ല വെളിച്ചെണ്ണയുമ്പോൾ കണ്ടോ, എണ്ണ ചൂടാകുമ്പോൾ ഒരു മണല്ലേ? ഇതാ കടുകിട്ട് കൊടുക്കണ്ടേ അല്ലേ? വടി അവിടെ വെച്ചോ? ചിക്കനിൽ നമ്മൾ ഇതാ ഇഞ്ചിയും പച്ചമുളകില്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചതച്ചത്. കടുക് പൊട്ടി വരട്ടെ. എന്നും ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും മടുപ്പ്, നമുക്കും മടുപ്പ് അല്ലേ? നല്ല മുക്കട്ടെ. ഇവിടെ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എന്താ കടുക് ഇടും കേട്ടോ. ഇതിപ്പോ എന്താ ഉള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച്. എന്താ വല്ല മിഠായി കാണിക്കുന്നതിന്റെ സന്തോഷം. അത് പാമ്പ, അത് പാമ്പല്ലേ പഴുതാരേ? ഞാൻ മേമേനെ പേടിപ്പിക്കാൻ വേണ്ടി പാത്രത്തിൽ ഇട്ടാ അതിന്റെ ഇടയിൽ കൂടെ ഒരു വെള്ളം ഒഴിക്കല്. അതാ കുഞ്ഞിന്റെ അച്ഛൻ അതവിടെ എന്തൊരു മയോണൈസ് ആരുണ്ടാക്കി? അമ്മേ അച്ഛല്ലേ? എടുത്തിട്ട് വാ. അതില്ലേ ഇതിന്റെ ജാമിന്റെ സോസിന്റെ അല്ലേ കിസാം അല്ലേ? ടൊമാറ്റോ സോസിന്റെ അതേ. നല്ല ഇത് വാടട്ടെ. നാളെ അമ്മൂട്ടിക്ക് ക്ലാസ് ഇല്ല കേട്ടോ. കുഴിമതി ആ എന്നിട്ട് കുഴിമതി കൊണ്ടുവന്നിട്ട് നീ എന്തിനാ ഇത് എടുത്തിട്ട് വന്നേക്കണത്? തള്ളുവണ്ടി തളാസ് വണ്ടി. അവ കൊട്ടിയൂര് പോവാണ് കേട്ടോ. അനിയൻ 8:30 കൊട്ടിയൂര് പോവേ നമ്മൾ അല്ലേ? ഇപ്പഴേ എന്താ കൊറച്ചിട്ടോ കറിയിൽ ഒഴിക്കാനുള്ളതാ, ഇത് ചിക്കനിൽ ഒഴിക്കാനുള്ളതാ. അമ്മൂട്ടി ഉപ്പെടുത്ത് മഞ്ഞപ്പൊടി ഇടുക. നേരത്തെ ഉണ്ടാക്കിയത് രസം ഉണ്ടായിരുന്നോ? കുഞ്ഞു? ഞാൻ ഉണ്ടായിരുന്നു. കൂടുതലോ? ചിക്കന് എരിവുണ്ടായിരുന്നോ മുന്നേ? ചിക്കൻ എരിവുണ്ടായിരുന്നു. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത് കുറച്ചുണ്ട് വരാം. അത് കറിക്ക് ഒഴിക്കണം. ആ ചിക്കൻ പൊരിക്ക് എടുക്കണം.
ചിക്കൻ പൊരിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാം കേട്ടോ. പൊന്നു നാളെ അങ്ങനെ അടിക്കും. പൊന്നു നാളെ അങ്ങനെ അടിക്കുമല്ലേ? ആളുണ്ട്. ചിക്കൻ ഇതിലിറച്ചി ഉണ്ടേ. എന്താ ആ ഉച്ചക്ക് എടുത്ത ചിക്കന്റെ ബാക്കിയാണ് കേട്ടോ അത്. അതിന്റെ ബാക്കിയുള്ളത് പറ്റിട്ട് അതിന്റെ റെസ്റ്റോറൻറ്റ് ആൾക്കാർ പറ്റട്ടോ. അപ്പൊ വലുത് അത്ര വലിയത് അതിന്റെ അന്നെ പിടിച്ചോണ്ട് വന്നിട്ട് ഇതേപോലെ നമ്മൾ കുറച്ചല്ലേ എടുത്തുള്ളൂ. വൈകുന്നേരത്തിന് നാളേക്കും കൂടി ഒരേപോലെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാലേ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ലേട്ടാ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടേ. ഇതിലിതാ ഇത് പെരിഞ്ജീരകവും കുരുമുളകും പാടെ നമ്മളൊന്ന് പൊടിച്ചു വെച്ചതാണ്. അതെറിഞ്ഞ പൊട്ട് പൊന്നു. അല്ലേ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ എടുക്കണം. ചിക്കൻ ഉപ്പേരി അല്ലേ നമ്മൾ ചിലവര് തോരൻ എന്ന് പറയും, നമ്മൾ ഉപ്പേരി പറയില്ലേ. നമ്മൾ ഓരോ ചിക്കൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കണത് പറഞ്ഞു തരുമ്പോഴും ഓരോ കൂട്ടുകാരും നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അതുപോലെ നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അത് ചില കൂട്ടുകാർക്ക് അറിയില്ല, അറിയാത്തവർക്കും നമ്മളെപ്പോലെ അറിയാത്തവർക്കും ഇനി ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ത് കേട്ടും ഉഷാറാക്കും കേട്ടോ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? മേലെ എഴുതി പോയിട്ട് ഇതെന്താ ഇവിടെ വെച്ചേക്കണത്? നീ എന്നെ എല്ലാതും ചെയ്യുള്ളൂ ഇവിടെ, വേറെ ആരും ചെയ്യില്ല. മെല്ലെ 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 പാട്ട് പാട്. കുഞ്ഞല്ലേ തേങ്ങ ചെറിയ അപ്പെടുത്താ നമ്മള് തേങ്ങ ഇതാട്ടോ. തേങ്ങ ഇതാ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്കില്ലേ നമ്മുടെ ഇതിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. മുളക് പൊടി അതേപോലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് തിരുമ്പി എടുക്കട്ടെ കേട്ടോ. വെട്ടം നാരങ്ങ ചെത്തി ചെത്തി തിന്നു. എനക്ക് വീഴാൻ പോണമെന്നില്ലേ? അമ്മു പഠിക്കുമ്പോഴല്ലേ അത് അങ്ങനെ വട്ടം ചുറ്റാൻ പാടില്ല എന്ന് പറയും പഴയ ആൾക്കാര്. വീട് എടുക്കുന്നത് കേട്ടാ. സ്പീഡില് കറങ്ങി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കണ്ടോ മുളക് പൊടി ഇട്ടോ. നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇതില് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയില് വെച്ചു അവിടെ നിന്നോട്ടേക്ക് വെച്ചിട്ടാ. ഇതാ കുരുമുളകും പൊടിച്ചതും പെരിഞ്ജീരകവും. തിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടില്ലേ, തിന്ന് കഴിഞ്ഞിട്ട് പറയും നമുക്ക് നമ്മുടെ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുതാ ഇങ്ങനെ ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒക്കപ്പാടൊന്ന് ചുട്ടാലും മതി. ഞാൻ കൈയും കൊണ്ട് അങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചു എന്ന് മാത്രം. ഇപ്പോഴേ നനിയൻ കൊട്ടിയൂർ പോവുകയാണ് കേട്ടോ. കൊട്ടിയൂർ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയില്ല. ഇതാ നമ്മുടെ ചിക്കനൊക്കെ കണ്ടോ. ഇത് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമാണ്. ഇതാ നമ്മളില്ലേ തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ. പഠിക്കാനുള്ള കിട്ടണില്ലേ കേട്ടോ. അനിയന് പോകാറാകുമ്പോൾ വേഗം. എന്താ സൂനി എവിടേക്ക് ഇറ്റത്ത് പോണ്? മയോണൈസോ? മയോണൈസ് ആരാ മേടിച്ചിരിക്കണ കേട്ടോ. കേക്കില് നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഇതും കൊണ്ട് തന്നെ നല്ലൊരു മണം ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഇതിൽ പെരുംജീരകവും അതേപോലെ തന്നെ
കുരുമുളകും മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാൻ അല്ലേ? ഇത് നോക്കാൻ മുട്ടി ഉപ്പ് ഇതാക്കണ്ട. ചിക്കൻ്റെയൊക്കെ കളർ മാറി മാറി വന്നു കേട്ടോ. നമ്മൾ വേണ്ട, ഇത് നമ്മൾ നാളേക്കും കൂടി ഉണ്ടാവും കേട്ടോ നമുക്ക്. അതാ അത് കിട്ടണില്ല. കിട്ടിയോ? ചോറ് കഴിക്കാറായോ ചോദിച്ചപ്പോ അവയവങ്ങളോ അങ്ങനെ എന്തോ ആണ്. മീൻ എങ്ങനെ ശ്വസിക്കുന്നത്? ഇത് ആയാലാണ് ചോറിനാൻ പറ്റുള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് അപ്പം തന്നെ കഴിച്ചു. ഒരു പാത്രം എടുത്തിട്ട് പോയോ? പാത്രത്തിൽ തരാം. ഞാൻ ഇറക്കണേ. ടേസ്റ്റ് അമ്മൂന് എല്ലാം ഇഷ്ടമല്ല കേട്ടോ. ആൾക്ക് നല്ല നല്ല പീസ് വേണം. ഇതിൽ വല്ലാണ്ട് നല്ല പീസൊന്നും തരരുത് കേട്ടോ. ആയി പോവാറായോ? നോക്കാൻ മുട്ടിയതായോന്ന്. ഹലോ കുഞ്ഞച്ച. അമ്മൂനെ എന്താ തണുക്കേ. ബാഗ് വേണ്ടേ? എടി ഏട്ടാ പൈസ അവിടെ ഇടാൻ പൈസ ഉണ്ടെങ്കിൽ ചാച്ചതപ്പം കഴിച്ചു കഴിഞ്ഞാൽ പോവും. എങ്ങനെയുണ്ട്? ആക്കട്ടെ തരാം. ചോറാ വേണ്ട മറ്റേതാ വേണ്ട? ചാച്ചൻ കൊട്ടിയൂര്. സോനിയ ഒരു പാത്രം എടുത്തിട്ട് കൊണ്ടേ കഴിക്കാൻ കൊടുക്കും. ഒന്നും കൂടി കൊണ്ടേ കൊടുക്ക്. 8:45 7:45 അപ്പൊ ബസ്സിനല്ലേ പോണത്. കഴിച്ചോക്ക് കഴിച്ചോക്ക്. നമുക്ക് എന്നിട്ട് എല്ലായിടത്തും ഒരുക്കിയിട്ട് പണി ഒരുക്കിയിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും പാടെ കടന്നിറങ്ങും. എങ്ങനെയുണ്ട് അമ്മു? എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ പാകല്ലേ? ഞാൻ കഴിക്കാൻ കൊടുക്കും. കളറൊക്കെ മാറി കണ്ട. സുനി ഇഷ്ടായോ? ഉപ്പോ നിൽക്കില്ലേ? അങ്ങനെ കഴിക്കാൻ തോന്നണം കേട്ടോ. ഞാൻ നല്ല എരിവുണ്ടോ? അത്യാവശ്യമല്ലേ? അത് ചൂടോടെ കഴിക്കുമ്പോൾ പിന്നെ എരിവില്ലാതിരിക്കുമോ? ഇതാട്ടോ സംഭവം റെഡിയായി നമ്മുടെ ചിക്കൻ തോരൻ. മുട്ട എന്തിനാ? ഞാനില്ലേ അനിയൻ പോവുകയാണേ. അപ്പോൾ പിന്നെ അല്ലേ ടേസ്റ്റ് ഉണ്ട് അത്ര. അപ്പോൾ പോയിട്ട് അനിയന് പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഞാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇല്ലെങ്കിലേ ഭയങ്കര ഇടങ്ങാറാണ്. ഇങ്ങനെ കുട്ടിലേട്ടാ ദൂരേക്ക് പോവല്ലേ. അപ്പോൾ ഞങ്ങളില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ വന്നിട്ട് നോക്കി പോകണം. ഏട്ടനും അനിയനൊക്കെ അങ്ങനെയാണ്. എല്ലാവരും കണ്ടാലേ അവർ പുറത്തേക്ക് പോകുള്ളൂ. അതങ്ങനെ ശീലമായി. ഇന്നലെ അമ്മൂട്ടീനെ കുഞ്ഞച്ഛന് സങ്കടം വന്നിട്ട് അമ്മൂട്ടീനെ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞച്ഛനും അമ്മൂട്ടിയും പാടെ ഇങ്ങോട്ട് കയറി. അമ്മൂട്ടി മൂത്ത വീട്ടിലത്തെ കുട്ടിയാണ്. നല്ല സ്വഭാവത്തിൽ വളരണം. എല്ലിഷ്ടല്ല. ഞാൻ എല്ലിന് വേണ്ടി ഒന്നും തോന്നണ്ട അമ്മൂട്ടി. 2 തരം. ഏതിൽ
അപ്പോൾ ഞാനിപ്പോൾ വരാം കേട്ടോ. എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എടുക്കാം. അപ്പോൾ ഇപ്പോഴേ ഒരംഗം കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കിച്ചുവിൻ്റെ ബുക്ക് പൊന്നൂസാണ് എടുത്ത് കീറിക്കഴിഞ്ഞ് വെച്ചാലോ രണ്ടാമത്തെ ബുക്കാട്ടോ അപ്പോൾ അത് കീറുന്നത്. ബുക്ക് എടുക്കുക കീറുക. അവനെന്തോ ഭയങ്കര ഒരു സന്തോഷം പോലെയാണ് ബുക്ക്. അതിൽ കിച്ചുവാണ് പറഞ്ഞു വെച്ചാലോ ഇരുന്ന് കരയുന്നതല്ല കാര്യം. അവരവരുടെ ബുക്കുകൾ അവരവർ ശ്രദ്ധിക്കേണ്ട അമ്മു വേണോ? ചീവീടിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണില്ലേ? എന്താ ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. നമുക്കിവിടെ എപ്പോഴെപ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോഴല്ലേ എന്താ അത് വിചാരിക്കുക. അതാ മിന്നാമിന്നി പോണു. മിന്നാമിന്നികൾ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ പോയി കൊട്ടിയൂരിക്ക് പോയി. ഇനി ചൊവ്വാഴ്ചയെ വരുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരിടത്ത് തന്നെയാണ്. കടത്തം മാത്രം രണ്ടിടത്ത്. ഇന്നിപ്പോൾ കടത്തം എല്ലാവരും ഒരു വീട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ദേ പൊന്നുമല്ല കുഞ്ഞുണ്ണിയില്ലേ, കുഞ്ഞുണ്ണി അറിയാതെ കടത്തുന്നപ്പോൾ ഒന്ന് ചീച്ചിമൂളി. അപ്പോൾ അതും കൊണ്ട് തോനെ തുണികളായിട്ട് ഇവിടെ കാര്യമായിട്ട് മഴ പെയ്യണില്ല. പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് ഒരു മഴ പെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം കിച്ചു ചോറിനുമ്പോൾ നേരെ ഇരുന്ന് കഴിക്കുണ്ണി ഇപ്പം കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ തോരൻ അടിപൊളിയാണ് കേട്ടോ. അനിയൻ കൊണ്ടുപോയി ചോറും ചിക്കനും ഒക്കെ കൊണ്ടുപോയി കേട്ടോ. കഴിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഓരോന്നും ഇങ്ങനെ ആകെ അമ്മൂനോടും അച്ഛനോടും പറഞ്ഞാൽ ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് നന്നായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങിയിട്ട് നമ്മൾ നീച്ചത് 5 മണി കഴിഞ്ഞിട്ടാണ്. കിടന്നത് 4 മണി ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ നീച്ചപ്പോഴേക്ക് നേരം വൈകിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്താ സംഭവം നമുക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ പാട്ടോ നാളേക്ക് സ്കൂളിലല്ലോ. ഇല്ല, ഞാൻ കടന്നു മറിഞ്ഞു. ഉണ്ണേ ഈ എന്നോട് മിണ്ടണ്ട. കിച്ചോട്ടൻ്റെ ബുക്ക് കീറിയില്ലേ? വലിയച്ഛൻ വന്നാൽ കിച്ചോട്ടന് അടി കിട്ടില്ലേ? നീ അണക്ക് അടി കിട്ടും. തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായിട്ടേ ഉള്ളൂ? ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസമായിട്ടേ ഉള്ളൂ? വേണ്ട ഉണ്ണി അടി കിട്ടോ. വലിയച്ഛ വടി മേടിക്കാനാ പോയിക്കണത്. അല്ല വലിയച്ഛ വടി മേടിക്കാനല്ല, വെറുതെ പറയാ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മയുടെ തുണികളൊക്കെ മടക്കി തരാം കേട്ടോ. അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ്. രാവിലെ നമ്മൾ മുരിങ്ങക്കൂട്ടാൻ വെച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പം എനിക്കിനി ഫ്രൈഡ് റൈസ് വേണ്ട കേട്ടോ. ഞാൻ എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു ചോറിന് ഞാനും ചോറ് കഴിക്കുള്ളൂ. സോഡേ അച്ഛനടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് ചോറ് മതി. ഞാനും അനിയേട്ടനും ഇനി ചോറ് കഴിക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. എന്ത് നൂഡിൽസോ? 5 കൂടോ? 2 കൂടെ ഉള്ളോടെ അതെ 2 കൂട് കണ്ട എന്താവൻ കണ്ടു. അപ്പം നാളെ നമ്മുടെ അമ്മുക്കുട്ടിക്ക് നാളെ ക്ലാസ്സില്ല. നാളെ എന്ന് വെച്ചാൽ എനിക്ക് മണ്ണാർക്കാട് ഒന്ന് പോകണം കേട്ടോ. എൻ്റെ വലിയമ്മയുടെ മോള് പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, ഓരോ തിരക്കുകൾ. അപ്പം അതിൻ്റെ ഇടയിൽ പോയിട്ടില്ല, കുട്ടീനെ കണ്ടിട്ടില്ല. നാളെ ഇപ്പോൾ രാവിലെ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇറങ്ങും. എന്നിട്ട് ഞാൻ പോകും. അതാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ വീഡിയോ എടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഉള്ളൂ, നാളെ എടുക്കാമെന്ന് വിചാരിച്ച്. അനിയൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നടക്കാൻ പോയിരിക്കുകയാണ്. ഇനി വരുമ്പോഴേക്കും കുറച്ച് 9 മണിയൊക്കെ ആവും. അപ്പോഴേക്കും നമുക്ക് കഴിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സമയമാകുമ്പോഴേക്കും കഴിച്ചിട്ടൊക്കെ. എന്തിന് കുഴിമന്തി ഞാൻ പറയുന്നില്ല, ഇന്നുണ്ടാക്കിയ മന്തി മതി. അപ്പോൾ ഇനി അമ്മ ടീച്ചറെ പറഞ്ഞാലിന് കഴിക്കാം. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.